ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മുടെ ടൈം ടേബിളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പം രാവിലെ ഞാൻ 4:30 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് അലാറം വെച്ചതാണ്. പക്ഷേ അരമണിക്കൂർ പിന്നെയും കിടന്നിട്ട്, ഏകദേശം അരമുക്കാൽ മണിക്കൂർ പിന്നെയും കിടന്നിട്ട് 4:45 ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റതിന് ശേഷം ജസ്റ്റ് ഫ്രഷായി വന്നിട്ട് പഠിക്കാനിരുന്നു. ഇന്ന് ഞാൻ രാവിലെ തന്നെ നോക്കുന്നത് കെമിസ്ട്രിയാണ്. GK പാർട്സിൽ ഇന്ന് കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, IT ഇതൊക്കെയാണ് നോക്കുന്നത്. മലയാളത്തിൻ്റെ നോൺ GKൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. മലയാളത്തിൽ പഠിക്കുന്നത് പദശുദ്ധിയാണ്. പദശുദ്ധി കുറേ പേജസ് ഉണ്ട് എൻ്റെ റാങ്ക് ഫയലിൽ. ഞാൻ റാങ്ക് ഫയലിലെ പദശുദ്ധിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് ഒത്തിരി പേജസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട്, മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് പേജസും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. ശതമാനം കംപ്ലീറ്റഡ് അല്ല. അതിനകത്ത് കുറച്ചധികം ഭാഗങ്ങൾ ഇനിയും ഉണ്ട്. ഞാനൊരു കുറച്ച് ഭാഗങ്ങളെ അത് നോട്ട് എഴുതി ചെയ്യുന്നതുകൊണ്ട് നോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ട് അത് തീർക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഇംഗ്ലീഷ് നോക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. അത് നോക്കിയിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷൊക്കെ നമ്മൾ എത്ര നോക്കിയാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കണം. ഞാനൊരു 4:30 എണീറ്റതെന്ന് പറഞ്ഞല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. മോള് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. പിന്നെ അവൾ കിടന്നില്ല, തോളത്ത് തന്നെ ഇരുന്നു. പിന്നെ തോളത്തിരുന്ന് ആ ടൈമിൽ ഉറക്കം തെളിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല, ഉറങ്ങും. അപ്പോൾ തോളത്ത് തന്നെ ഇരുന്നിട്ട് പഠിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഏകദേശം 1 hour രാവിലെ 4:45 to 5:45, 6 മണി ആയപ്പോഴത്തേക്കും ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഇതൊരു ഫുൾ ഡേ സ്റ്റഡി വ്ളോഗായിട്ടാട്ടോ കാണിക്കുന്നത്. പിന്നീട് പകൽ ടൈമാണ് പഠിക്കാനിരുന്നത്. രാവിലെ കെമിസ്ട്രിയാണ് നോക്കിയത്. കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ ഞാൻ നോക്കി. അപ്പോൾ ഞാൻ 5th സ്റ്റാൻഡേർഡ് മുതലുള്ള കെമിസ്ട്രി മീൻസ് ഫിസിക്സ് അതൊന്നും നോക്കിയില്ല. കാരണം 5ാം ക്ലാസ്സിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5ൻ്റെ 7ൻ്റെ 9ൻ്റെയും പാഠഭാഗങ്ങളിൽ മാറ്റം ഉണ്ടല്ലോ. അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ PDF ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ PDF നോക്കിയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ മാറാത്ത 6ാം ക്ലാസ്സിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ ഒക്കെ തന്നെ നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി. അപ്പോൾ അത് ഒരു ചാപ്റ്റർ തീരെ ചെറുതായിരുന്നു. അപ്പം ഞാൻ 2 ചാപ്റ്റർ വെച്ച് നോക്കുന്നുണ്ട്. 2 ചാപ്റ്റർ വെച്ചിട്ടാണ് കെമിസ്ട്രി നോക്കി. അതുപോലെ ഫിസിക്സ് ആണെങ്കിലും 2 ചാപ്റ്ററാണ് നോക്കിയത്. അപ്പോൾ പകലാണെങ്കിലും ഞാൻ ഒരു 10 മണി 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് പഠിക്കാനിരുന്നു. കാരണം ഇന്ന് മക്കളെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഫ്രീ ആയിരുന്നു. രാവിലെ വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരത്തെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. 4 മണി 4:30 ആ ടൈമിലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് 1 hour ഒക്കെ പഠിക്കാനും സമയം കിട്ടും. വീട്ടമ്മമാരുടെ കാര്യമാണ്, കുഞ്ഞു മക്കളുള്ളവരുടെയൊക്കെ കാര്യമായിട്ട് പറയുന്നത്. അല്ലാതെ മീൻസ് കുഞ്ഞുങ്ങളും ഒന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ, അവർക്ക് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഫുൾ ടൈം പഠിക്കാമല്ലോ. അവർക്ക് ഫ്രീ ടൈം നോക്കി പഠിക്കാം. പക്ഷേ കുഞ്ഞുമക്കളുള്ളവരുടെയും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും പിന്നെ അതേപോലെയുള്ളവർക്ക് അവരുടെ കാര്യം, വീട്ടമ്മമാരുടെയൊക്കെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തും പിന്നെ കുഞ്ഞുങ്ങൾ വലിയ ഡിസ്റ്റർബ് അല്ലാതെ കൂടി ഇരിക്കുകയാണെങ്കിലും ആ സമയത്തൊക്കെ തന്നെയല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിന്ന് രാവിലെ 9:30 പഠിക്കാനിരുന്നപ്പോൾ മോൾ ഉറങ്ങുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവളെ വെച്ചിട്ട് പഠിക്കാമെന്ന്. കാരണം അവൾ വേറെ ആരുടെ അടുത്തേക്ക് അങ്ങനെ പോകണില്ല, മദർലാൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾ അവിടെ ഇരിക്കട്ടെ വെച്ചു. കാരണം മുന്നിലേക്കുന്ന പെൻ ഹോൾഡറിലെ പേനയൊക്കെ എടുത്ത് നിരത്തി അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. വലിയ കുഴപ്പമുണ്ടാക്കാതിരുന്നു. പിന്നെ അവൾ ഉറക്കിയിട്ടാട്ടോ ഇരുന്നത്. ഇല്ല, ഉറക്കുന്നതിന് മുന്നേ കുറച്ച് നേരം അവൾ കട്ടിലിൽ ഞാനപ്പോൾ ഒരു ബുക്ക്, പഴയ മൂത്തവരുടെ ഒരു ബുക്ക് എടുത്തിട്ട് കൊടുത്തു നോക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് വെച്ചിട്ട് കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവൾ ഉറക്കമൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് പഠിക്കാനിരുന്നത്. കാരണം അവൾ ഉറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പെൻഡിങ്ങിൽ വെക്കുന്ന കുറച്ച് പരിപാടികളുണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു.
പിന്നെ പിന്നെ മോളാണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. എന്താ പറ്റുക, അവൾക്ക് ചെറുതായിട്ട് വോമിറ്റിങ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തോ ഫുഡ് കഴിച്ചതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് കാണിച്ച് മരുന്ന് കുടിച്ച് അതിൻ്റെ ഒരു ക്ഷീണമോ ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഒരു ദിവസം 8 മണിക്കൂറൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച ചില സമയത്ത് അത് സാധിക്കത്തേയില്ല. ആ ഒരു വിഷമം വരും. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് സമയം കണ്ടെത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ കേസിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ കുഴപ്പമില്ല, പറ്റുന്ന പോലെ പഠിക്കാം, പഠിച്ച് പോകാം. കാരണം നമ്മൾ തൊട്ട് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടൈം ടേബിൾ അല്ല ഇത്. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ കൂടി വേണ്ടിയിടാം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് ASM, EFA, BECOLD, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, HBCID, ഇതൊക്കെ നമുക്കിനി വരാൻ പോകുന്ന എക്സാമുകളാണ്. ASM 2 മാസം കഴിഞ്ഞാലുണ്ട്. പിന്നെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പിന്നെ ഏതൊക്കെ എക്സാമുകളുണ്ടാകും എങ്കിൽ നിലവിൽ എനിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇത്രയൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വളരെ ഗ്രാഹ്യമായി അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയില്ല. അതുകൊണ്ട് അത് തന്നെയായിട്ടൊരു വീഡിയോ ചെയ്ത് ഇതിൻ്റെ കൂടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന ആ എക്സാമുകളൊക്കെ മുൻകൂട്ടിയുള്ള ടൈം ടേബിളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഏകദേശം സിലബസിലെ കാര്യങ്ങളൊക്കെ സെയിമാണ്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ASMനൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം എല്ലാ സിമിലറായിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റുകളിലെ ടോപ്പിക്സാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സാം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു എക്സാമിന് മാത്രം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മളുടെ എക്സാം ഏതാണോ അതിന് ഫോക്കസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്നതിനും കൂടി ആയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ബേർഡനായിട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നതൊക്കെ എല്ലാ എക്സാമുകൾക്കും തുല്യ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ പഠിച്ച് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പരമാവധി റിവിഷൻ നടത്തി ഈ PSCൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, നാളെ അത് കുറച്ച് തവണ റിവൈസ് ചെയ്താലും പിന്നെ കുറച്ച് ദിവസം നോക്കാണ്ടിരുന്നാൽ മറന്നു പോകും. PSC പഠിക്കുന്നവർക്ക് നല്ലോണം അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പഠിക്കുന്ന അത്രത്തോളം പഠിച്ച് പോവുക, ഉറപ്പിച്ച് പോവുക. അപ്പോൾ ഇന്ന് ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം ഞാൻ എഴുതിയ ടു ഡു ലിസ്റ്റ് എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. PYQ IT ഞാൻ മാറ്റി വെച്ചു. അപ്പം അത് ഇനി അടുത്ത ഇങ്ങനെ ഈ സബ്ജക്റ്റുകളൊക്കെ വരുന്ന ഡേയിൽ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും